ഇയാൾക്കുള്ള പോലത്തെ ഒരു തൊലിക്കട്ടി കാണ്ടാമൃഗത്തിനുണ്ടാവും. ഒരു പെൺകുട്ടിയും പരാതിയുമായിട്ട് രംഗത്തേക്ക് വരാത്ത രീതിയിൽ ഒരു സെറ്റിൽമെന്റുകൾ അയാൾ നടത്തിയിട്ടുണ്ടാവും. ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകൾക്കിടയിലേക്കും ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ തന്നെ വിലസി നടക്കും. അയാൾക്കുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നേ. സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും മറ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും പറയും രാഹുൽ ഒരു കൊടും കുറ്റവാളി തന്നെയാണ് എന്ന്. എന്നിട്ടും ചിലർക്കൊക്കെ അവർ ഇപ്പോഴൊരു രാഹുലേട്ടൻ ആണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മനുഷ്യ ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശ യൂണിവേഴ്സിറ്റികളും ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പ്രത്യേകം പഠിക്കണം. നമസ്കാരം. ലൈംഗിക ആരോപണ കേസുമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നേരിട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ പതിയെ ചെറിയ പഞ്ചായത്ത് പരിപാടിയിലും വാർഡും പരിപാടിയിലൊക്കെയാണ് പങ്കെടുത്തിട്ടായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി പാലക്കാടിന്റെ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ ഔദ്യോഗികമായി പങ്കെടുത്തുന്നില്ലേ. അപ്പോൾ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? പതിയെ രാഹുൽ മാങ്കൂട്ടം മെയിൻ സ്ട്രീമിലോട്ട് എത്താൻ തുടങ്ങിയോ? വി ശിവൻകുട്ടി പറഞ്ഞ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ ശിക്ഷിച്ചിട്ടില്ല, അയാള് രാജിവെച്ചിട്ടില്ല. അയാളെ കുറിച്ച് ഒരു ആരോപണം മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോപണം എന്ന് പറഞ്ഞാൽ നിസ്സാര ആരോപണമൊന്നുമല്ല, വലിയ ആരോപണമാണ് നിൽക്കുന്നത്. അയാളെ അയോഗ്യരാക്കാത്തിടത്തോളം കാലം അയാൾക്ക് പാലക്കാട്ടുള്ള എല്ലാ പരിപാടികളിലും, അയാളുടെ മണ്ഡലത്തിലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാനുള്ള അവകാശവും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് ചെന്ന് കഴിഞ്ഞാലും കുറച്ച് കേസ് ചാർത്തി കിട്ടും എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഡിവൈഎഫ്ഐക്കും അറിയാം, അതോടൊപ്പം തന്നെ യുവമോർച്ചയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അവർ പരസ്യ പ്രതിഷേധങ്ങൾക്കൊന്നും ഇപ്പോൾ മുതിരാത്തത്. എല്ലാ ദിവസവും പരസ്യ പ്രതിഷേധത്തിന് പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ആളാക്കണ്ട എന്നൊരു ചിന്ത കൂടി അവരിലുണ്ട് എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. പക്ഷെ ഇതിലൊക്കെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയത്. വിദേശ യൂണിവേഴ്സിറ്റികൾ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇയാൾക്കുള്ള അത്ര ഒരു മനോബലം മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഇയാൾക്കുള്ള പോലത്തെ ഒരു തൊലിക്കട്ടി കാണ്ടാമൃഗത്തിനുണ്ടാവോ? തോന്നുന്നുണ്ടോ? ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടമുള്ള വേദിയിലേക്ക് വരില്ല എന്നറിയിക്കുന്നു. തുടർന്ന് വേദി വിട്ടു പോകുന്ന രാഹുൽ മാങ്കൂട്ടം പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ആശാ വർക്കർമാർക്കെല്ലാം പരസ്യമായി മൈക്കിൽ ചക്കര ഉമ്മ കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു തൊലിക്കട്ടി, ആ ഒരു മനോബലം എന്താണ് എന്ന് ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പാലക്കാട് എത്തുമ്പോഴത്തേക്ക് എന്തോ ഇന്ത്യ പാകിസ്ഥാനെ കീഴടക്കിയിട്ട് വരുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ ആത്മാഭിമാനം എന്താണോ അതുപോലെയല്ലേ ആദ്യമായി പാലക്കാട് എത്തുന്ന രാഹുൽ ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ നെഞ്ചുവിരിച്ചുള്ള വരവൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു യുദ്ധം ജയിച്ചു വരുന്ന ഭടനെ പോലെയല്ല അയാൾ പുറത്തേക്ക് വന്നത്. രാഹുലിനെതിരെ ഉയർന്ന കാര്യം എന്താണ്? നിസ്സാരമായിട്ട് ഇപ്പോഴും ആളുകൾ ചിത്രീകരിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ രാഹുൽ അവരെയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവാം. ഒരു പെൺകുട്ടിയും പരാതിയുമായിട്ട് രംഗത്തേക്ക് വരാത്ത രീതിയിൽ ഒരു സെറ്റിൽമെന്റുകൾ അയാൾ നടത്തിയിട്ടുണ്ടാവാം. അത് തന്നെയാണ് അയാളുടെ ഒരു മനോബലം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അയാളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടതല്ലേ ഒരു പെൺകുട്ടിയോട്. ആ പെൺകുട്ടി ഇപ്പോൾ രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയിട്ടുണ്ടാവും. വീണ്ടും എന്താണ് പറഞ്ഞത്? നിന്നെ കൊല്ലാൻ എനിക്ക് 10 സെക്കൻഡ് വേണ്ട എന്ന് പറഞ്ഞൊരു ക്രിമിനൽ ബുദ്ധിയുടെ ഉടമയാണ് രാഹുൽ. എത്രയൊക്കെ നല്ല വസ്ത്രമിട്ട് എത്രത്തോളം ചിരിച്ചു പുറത്തിറങ്ങിയാലും ആ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട. ആ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ സംസ്ഥാന ശാസ്ത്രോത്സവം പാലക്കാട് നടക്കുന്ന സമയത്ത് വേദിയിലേക്ക് വരുന്നു. വളരെ തന്ത്രപൂർവ്വമാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നതൊക്കെ. ആദ്യം മന്ത്രി എത്തുന്നു, അതോടൊപ്പം മറ്റ് MLA എത്തുന്നു, അവിടെയുള്ള വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിൽ എത്തിയതിനു ശേഷം എന്തോ ഒരു വിജയശ്രീലാളിതനായിട്ട് വരുന്ന പോലെ അയാൾ എൻട്രി ചെയ്യുന്നു. ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും അങ്ങോട്ട് ഇടിച്ചു കയറി വർത്തമാനം പറയുന്നു. തൊട്ടപ്പുറത്തിരുന്ന MLAക്ക് കൈ കൊടുക്കുന്നു. അതിനുശേഷം MLA പ്രസംഗിക്കാൻ എണീക്കുന്ന സമയത്ത് മന്ത്രി ശിവൻകുട്ടി ഇതിന് തൊട്ടടുത്തേക്ക് എത്തുന്നു. മന്ത്രിയുമായിട്ട് കുശലം പറയുന്നു, വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ട് കുശലം പറയുന്നു. കാരണം ഇടിച്ചു കയറി തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകൾക്കിടയിലേക്കും ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറും BJP വനിതാ നേതാവുമായിട്ടുള്ള മിനി കൃഷ്ണകുമാർ ആ വേദിയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. ആ ഒരൊറ്റ പ്രതിഷേധം മതി രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് ഒരല്പം നാണം എന്ന് പറയുന്ന എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇനിയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കും, ഇല്ലാത്ത ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ തന്നെ വിലസി നടക്കും. അയാൾക്കുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നേ. കാരണം ഒരു കൊടും കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു? ഇതൊന്നും ആരും പറയില്ല. എല്ലാവർക്കും എതിരെ അയാൾക്ക് പരാതി കൊടുക്കാം. എങ്ങനെ? അയാൾ ഒരൊറ്റ കാര്യം നിഷേധിച്ചാൽ മതി. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ വോയിസ് തന്റെയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം രാഹുൽ മാങ്കൂട്ടം കാണിക്കാത്ത അത്രയും കാലം കേരളത്തിലെ പൊതുസമൂഹം
അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസും അഡിക്റ്റുമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും മറ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും പറയും രാഹുൽ ഒരു കൊടും കുറ്റവാളി തന്നെയാണ് എന്ന്. അതിനൊരു സംശയവും വേണ്ട. ഇങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മാനസിക നില ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മാപ്പ് പോലും പറയാതെ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെ മറുവാദങ്ങൾ കൊണ്ട് ഗണ്ണിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്താമെന്ന ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തെ മലയാളികളെ കാണാണ്ട് പോവോ? ഈ 10,000 1000 പേരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ഇയാൾ ചെന്ന് എത്തുന്നിടത്തൊക്കെ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ആ വോയിസ്, ആ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. കാരണം ഇയാൾ പറയാത്ത കാര്യമല്ലല്ലോ. ഇയാൾക്കല്ലെങ്കിൽ നിഷേധിക്കാമായിരുന്നു, അത് നിഷേധിച്ചിട്ടില്ല. ഇയാൾ ഒരു വലിയൊരു അപരാധം ചെയ്തതിനു ശേഷം ഇയാൾ എന്താ കാണിച്ചിരിക്കുന്നത്? ഇയാളുടെ ഭാവി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ചിലർക്കൊക്കെ എന്തെല്ലാമൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകി ഇതൊരു സെറ്റിൽമെന്റിലേക്ക് പോവുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ കേസ് കൊടുക്കട്ടെ. റിപ്പോർട്ടർ ടിവിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കേസ് കൊടുക്കണം. ഇതെന്റെ ശബ്ദമല്ല, ഇത് AI ആണ്. കാരണം അടൂർ പ്രകാശ്, UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞല്ലോ ഇത് AI ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ രാഹുൽ മാങ്കൂട്ടം പറയട്ടെ ഇത് AI ടെക്നോളജി ഉപയോഗിച്ച് തന്റെ വോയിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് പറയാനായിട്ട് അയാൾ സാധിക്കാത്ത അത്രയും നാൾ അയാൾ കുറ്റവാളി തന്നെയാണ്. ഇനി വിദേശ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അത്ഭുതമായിരിക്കും ഇത്. കേരളത്തിലെ ചെറുപ്പക്കാര്, കാരണം എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ നാടാണിത്. ഒരു പുരുഷൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അവസാനിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ നിരാശയോടുകൂടി കഴിയുന്ന, ഡിപ്രഷനായിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് മാനസിക ആശുപത്രികളിൽ, മെന്റൽ ഹോസ്പിറ്റലുകളിൽ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചാലും, എത്ര പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്താലും അയാളുടെ ഒരു ആത്മവിശ്വാസം, അയാളുടെ ഭാവി, അയാളുടെ കരച്ചിൽ, അത് കേട്ടിട്ട് അതുകൊണ്ട് ഈ പൊതുസമൂഹത്തെ കയ്യിലെടുക്കാമെന്നുള്ള ഒരു ധാരണ, തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയാണ് അത് അയാളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസം അടുത്ത ഇലക്ഷൻ വരെ ഉണ്ടാവത്തുള്ളൂ. പലരും പറയും കാരണം രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നിരിക്കുന്നു. കാരണം അവർക്കൊക്കെ അവരൊരു ഭയങ്കര വീരപുരുഷനായിരുന്നു. ബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയേ. ഇനി ഒരു പരാതിയുടെ ആവശ്യമുണ്ടോ? ഒരു പെൺകുട്ടിയും ഇയാളുമായിട്ട് നടന്നിരിക്കുന്ന സംഭാഷണം, ആ സംഭാഷണത്തിൽ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഇയാൾ നിർബന്ധിക്കുന്നു. ഒരു പരിധി കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടി വന്നാൽ നിന്നെ കൊന്നു കളയുമെന്ന് വരെ ഇയാൾ പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞില്ലേ? ഇനി ആ പെൺകുട്ടിക്ക് പരാതി ഇല്ല, ശരിയാണ്. പക്ഷെ അയാൾ എന്ന് പറയുന്ന വ്യക്തി അയാളൊരു ക്രിമിനൽ തന്നെയല്ലേ? അതിനപ്പുറത്തേക്കുണ്ടോ? എന്നിട്ടും ചിലർക്കൊക്കെ അവർ ഇപ്പോഴൊരു രാഹുലേട്ടൻ ആണ് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മനുഷ്യ ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഈ വിദേശ യൂണിവേഴ്സിറ്റികളും ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പ്രത്യേകം പഠിക്കണം. വേൾഡ് സൈക്കോളജിക്ക് കിട്ടുന്ന പുതിയ ചില പ്രബന്ധമാക്കാൻ പറ്റുന്ന മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് ഇന്ത്യയിലെ സൈക്കോളജി പഠിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ പുസ്തകങ്ങൾ എഴുതണം. അത് ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് പറയാനുള്ളത്.